ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ 2 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. വേറെ എവിടെയല്ല, സൗദി അറേബ്യയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് അബഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇത് സൗദി അറേബ്യയിലാണെങ്കിലും ഒത്തിരി നല്ല ദൂരമുണ്ട് കേട്ടോ അബഹയിലേക്ക്. അപ്പോൾ റിയാദിൽ നിന്നും ഇതാ നിങ്ങൾ കണ്ടില്ല, 11 മണിക്കൂറും 40 മിനിറ്റും ദൂരമുണ്ട്. ഏകദേശം 950 കിലോമീറ്ററാണ് കേട്ടോ ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ കാണിച്ചത് 2 മണിക്കൂർ ഡിസ്റ്റൻസ് കാണിച്ചില്ലേ, അത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ പോകുന്ന വഴിയിൽ ഓരോരോ സ്റ്റോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറയുന്നത് ഹോട്ടല്, പെട്രോൾ പമ്പ് അങ്ങനെയുള്ള സ്റ്റോപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയാണ്. അപ്പോൾ ഈ കാണുന്നത് ഇവിടെയുള്ളൊരു ലേക്കാണ് കേട്ടോ. ആ ലേക്കിലേക്ക് പോകുന്ന ആ റൂട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ചെറിയൊരു ടൗൺ ഏരിയയാണ് കേട്ടോ. അപ്പോൾ ആ ടൗണിൽ ആ ഒരു സ്ഥലത്ത് ഹോട്ടലുണ്ട്. നമ്മൾ ഹോട്ടലിലേക്ക് കയറിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ദൂരത്തേക്ക് പോകുമ്പോൾ ടൗണും അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ചെറിയൊരു മരുഭൂമി പോലെയുള്ള പ്രദേശമാണ് കേട്ടോ. അപ്പോൾ മരുഭൂമി എന്ന് പറയുന്നത് മണൽ ഉള്ളതൊന്നുമല്ല, തരിശ് ഭൂമിയാണ് കേട്ടോ. കുറച്ച് പാറകൾ അതുപോലുള്ള ഒരു ഭൂമിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ 2 റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ഇത് ഈ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. നമ്മളവിടെ കയറിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാ പൂരിയും പിന്നെ മസാല ദോശ അതുപോലെ തന്നെ പുട്ട് അതൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കേരള ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ പൂരിയൊക്കെ വലിയൊരു ടൈപ്പ് പൂരിയാണ്. പിന്നെ ഇത് പുട്ടും കടലക്കറിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഇതുപോലെ തന്നെ ചെറിയൊരു പിന്നെ ടൗൺ ഏരിയയും റെസിഡൻഷ്യൽ ഏരിയ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ പിന്നെ കുറച്ചൊരു മരുഭൂമി പോലെ ഒന്നുമില്ലാത്തൊരു പ്ലെയിൻ ഏരിയയിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത്. പിന്നെ ഈ റൂട്ട് എന്ന് പറയുന്നത് നല്ല സേഫ് ആയിട്ടുള്ള റൂട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റൂട്ടിലൂടെ പിന്നെന്താ പോലീസ് വണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് വലിയ പേടിയൊന്നും വേണ്ട, നല്ല സേഫായിട്ട് നമുക്ക് ഇതിലൂടെ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് പെട്രോൾ പമ്പാണ് കേട്ടോ. നമ്മൾ പെട്രോൾ അടിക്കാണ്ട് കയറി. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ പെട്രോൾ പമ്പിൽ ബക്കാലയുണ്ട്. ബക്കാല പറഞ്ഞത് ചെറിയൊരു ഗ്രോസറി ഷോപ്പാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ പള്ളിയുണ്ട്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ചെറുതായിട്ട് ചിലതിൽ ഹോട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നും പേടിക്കാനില്ല. ഫുഡൊക്കെ വേണമെങ്കിൽ കഴിക്കാം, എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ടോയ്ലറ്റിൽ പോകാനുള്ളവർക്ക് ടോയ്ലറ്റിൽ പോകാം, ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. ടോയ്ലറ്റിൽ പോകാനുള്ളവർക്ക് ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ലഞ്ച് കഴിക്കാനുള്ള ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നെക്സ്റ്റ് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ വാഹനങ്ങളൊന്നും ഒരുപാട് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കാറുകൾ അതുപോലെ തന്നെ ട്രക്കുകളായിരുന്നു കേട്ടോ അധികം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച ഈ ഒരു സ്ഥലമുണ്ടല്ലോ, അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റും ഫ്ലാറ്റുകളൊന്നുമല്ല, ചെറിയ ചെറിയ വീടുകളാണ് കണ്ടത്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോട്ടലിൽ എത്തി കേട്ടോ. അപ്പോൾ ഇതും ഒരു പെട്രോൾ പമ്പിനകത്താണ് ഈ ഒരു ഹോട്ടലും വരുന്നത്. ഇതൊരു കേരള ഹോട്ടലാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല നാടൻ ചോറും കറികളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ നോർമൽ മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ പപ്പടം, മീൻകറി, സാമ്പാർ, പിന്നെ എന്താ കാബേജ് ഉപ്പേരി, പിന്നെ പരിപ്പും ചീരയും വെച്ചിട്ടുള്ളൊരു കറി, പിന്നെ ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതാ 5 മണിക്കൂർ ഇനിയും ട്രാവലുണ്ട്. അപ്പോൾ അതിനിടയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ പിന്നെ ഡിസ്ട്രിക്റ്റ് കഴിയുന്തോറും ഇങ്ങനെ ഒരു വലിയ ഗേറ്റ് വരുന്നുണ്ട് കേട്ടോ.
പിന്നെ ചില സ്ഥലങ്ങളിൽ ചെക്ക് പോയിന്റുകളുണ്ട്, അവിടെ പോലീസുണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ ലൈസൻസൊക്കെ ചോദിച്ച് നോക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവിടെ പോകുന്നതാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അബഹ എന്നാണ്. അപ്പോൾ ഈ അബഹ എന്ന് അറിയപ്പെടുന്നത് സൗദി അറേബ്യയിലെ ഊട്ടി എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 2270 മീറ്റർ ഉയരത്തിലാണ് ഈ അബഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേസ് എന്ന് പറയുന്നത് കുന്നുകളും മലകളൊക്കെ നിറഞ്ഞൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിൻ്റർ സീസണിൽ പോവുകയാണെങ്കിൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ. അതുപോലെ തന്നെ പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സീസൺ കൂടിയാണ് ഈ വിൻ്റർ സീസൺ. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു ടൈമിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ശരിക്കും നമ്മൾ ഒരു മഞ്ഞുമലകളിലൊക്കെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴികളിലൊക്കെ ഇതുപോലെ രണ്ട് സൈഡിലും വലിയ വലിയ പാറകളാണ് കേട്ടോ. പാറകൾ നല്ല വലിയ വലിയ കുന്നുകളാണ് കേട്ടോ. പിന്നെ എന്താ അബഹയിലേക്ക് നമുക്ക് പിന്നെ ഫ്ലൈറ്റ് വഴിയും പോകാം. ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ടൈം എടുക്കും. പലരും അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവരുടെ വണ്ടി ലോറിയിൽ കയറ്റി വിട്ടിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവർക്ക് ഈ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫ്ലൈറ്റിൽ തിരിച്ചു വരും, അവരുടെ വണ്ടി ലോറിയിൽ കയറ്റിവിടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ചെക്ക് പോയിന്റിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ചെക്ക് പോയിന്റിൽ പിന്നെ ചെക്ക് പോസ്റ്റിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയ എല്ലാ ചെക്ക് പോസ്റ്റിലും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയ 2 ചെക്ക് പോസ്റ്റിൽ നമുക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഇവർ നമ്മുടെ ലൈസൻസ് ചോദിക്കും. അത് നോക്കിയിട്ട് എവിടെ പോവാണ് അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ടൈം ആയിട്ടുണ്ട്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ കണ്ടോ റോഡ് സൈഡിൽ കുറേ ട്രക്കുകൾ. അപ്പോൾ ഇത് ഫുഡ് ട്രക്കാണ് കേട്ടോ. ഇത് തട്ടുകട കൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ചാന്ദിനി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് നൂഡിൽസ്, പിന്നെ ബട്ടർ നാൻ, മട്ടൻ കറി, ചിക്കൻ കറി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഹോട്ടലിലോട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് ക്യാൻ ഹോട്ടൽ എന്നാണ്. ഇതെന്ന് പറയുന്നത് ഹോട്ടലിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഹോളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇവിടെ കെറ്റിലുണ്ട്, പിന്നെ ഇതാ കോഫി പൗഡർ, ടീ, ഗ്രീൻ ടീൻ്റെത്, പിന്നെ വെള്ളം, കപ്പ്, അതൊക്കെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ TV, സോഫ സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹോളിലുണ്ട് കേട്ടോ. അബഹ എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കൊരു ഹോട്ടൽ കിട്ടിയത് ഈ ഒരു ക്യാൻ ഹോട്ടലാണ്. അതുപോലെ തന്നെ നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. പെർ ഡേ 400 ആണ് ഇവർ പറഞ്ഞതെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ അവർ 300 ആക്കി തന്നു കേട്ടോ പെർ ഡേ. അപ്പോൾ ഇവിടെ റേറ്റ് വരുന്നത് 300 ആണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ബാത്റൂമാണ് കേട്ടോ. ഇവിടെ തന്നെ നമ്മൾ 2-3 ഹോട്ടലിൽ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റും ചീപ്പസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഹോട്ടലാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതിൽ TV ഉണ്ട്, അതുപോലെ തന്നെ കബോർഡ്, പിന്നെ ഷെൽഫ്, പിന്നെ അയൺ ബോക്സും അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അബഹയിലേക്കുള്ള യാത്രയിലെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അബഹയിലെ മറ്റു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.